പലപ്പോഴും ഒന്നുകിൽ സാങ്കേതിക രംഗത്തുള്ളവർ അല്ലെങ്കിൽ UDF നേതാക്കന്മാർ അവരൊക്കെയാണ് മുഖ്യാതിഥികളായിട്ട് ക്ഷണിക്കാറുള്ളത്. ഒരിക്കൽ മാത്രം ശ്രീധരൻപിള്ളേനെ വിളിച്ചു. കാരണം ശ്രീധരൻപിള്ള അവരുടെ വക്കീലും കൂടിയാണ്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയ്ക്ക് വിളിച്ചതല്ലാതെ BJP എന്ന പാർട്ടിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. കാരണം അത് പറയുമ്പോൾ ഒരു മുന്നോക്ക സമുദായത്തിൻ്റെ സംഘടനയാണ്, എളുപ്പം BJPക്ക് കയറാൻ പറ്റുന്നൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ അധികം കയറ്റിയിട്ടില്ല. അതാണ് ഞങ്ങൾ NSSൽ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ശ്രമം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഏതായാലും ആ ശ്രമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് NSS പിന്മാറിയെന്നാണ് അദ്ദേഹം ശ്രീ സുകുമാരൻ നായരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിയും. UDF വിപുലീകരിക്കുവാനുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകുമോ? അല്ല, ഞങ്ങൾ അടിത്തറ വികസിപ്പിക്കുക എന്നുള്ളതാണ് നോക്കിയിട്ടുള്ളത്. അടിത്തറ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ പഞ്ചായത്തിൽ ഞാൻ പറയാം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ഈ 3 ജില്ലകളിൽ UDFൻ്റെ മുന്നേറ്റം അടിത്തറ വിപുലീകരിച്ചുകൊണ്ടാണ്. ഘടകകക്ഷികൾ ഇനിയിപ്പോൾ ആരും വരാനുള്ള സമയമൊന്നുമില്ല. കാരണം അടുത്ത മാസം ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ്. ഘടകകക്ഷികൾ ഇപ്പോഴുള്ള ഘടകകക്ഷികളുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. അപ്പോൾ കേരള കോൺഗ്രസ് മാണിയെ ഇനി പ്രതീക്ഷിക്കുന്നില്ല. അല്ല, ഇനിയിപ്പോൾ അവർ മറ്റേ LDFലെ ഘടകകക്ഷിയാണ്. പിന്നെ അവരങ്ങനെ പരസ്യമായിട്ട് ക്ഷണിക്കുന്നൊരു ശരിയല്ല. താങ്കൾ തന്നെ പറഞ്ഞതാണ് ഒതേനം ചാടാത്ത മതിലുകളില്ല എന്ന്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ നടന്നതൊരു ഗൂഢാലോചനയാണ്. അല്ല, അതിപ്പോൾ ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ഇനി പാർട്ടി ചർച്ച ചെയ്യുന്നില്ല. അദ്ദേഹം പാർട്ടിക്ക് പുറത്താണ്. ഇപ്പോൾ ഒന്നും അദ്ദേഹത്തിനെ തിരിച്ചെടുക്കുന്ന ഒരു കാര്യവും പാർട്ടിയുടെ മുമ്പിലില്ല. പിന്നെ അദ്ദേഹം പറയുന്നതിന് ഇപ്പോൾ പാർട്ടി പ്രതികരിക്കേണ്ട കാര്യമില്ല. അത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളിലേക്ക് പോകും. അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ കേട്ടിട്ടില്ല എന്നുള്ളൊരു പരാതി പോലും പറയുന്നുണ്ട്. അല്ല, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ടാണ് പാർട്ടി തീരുമാനം എടുത്തിട്ടുള്ളത്. ആ തീരുമാനം കേൾക്കേണ്ട ആവശ്യമില്ല. അതിന് തിരുത്തേണ്ട ആവശ്യമില്ല.